നോക്കാൻ പോകുന്നത് നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേറെ ആപ്ലിക്കേഷനോ ആപ്സോ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. വേറെ ആപ്ലിക്കേഷൻ ഒന്നും എടുക്കണം. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ കാണും ക്രോം. അപ്പോൾ ക്രോമിൽ കയറിയതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ നേരെ ക്രോമിൻ്റെ സെർച്ച് എടുത്തിട്ട് നിങ്ങളുടെ കാണും ഗൈസ് എന്നുവെച്ചാൽ നിങ്ങളുടെ യൂട്യൂബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ഹോം യൂട്യൂബിൻ്റെയാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്വിച്ച് അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് അതെല്ലാം കാണും. അപ്പം നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ. അപ്പം കസ്റ്റമൈസ് ചാനൽ, മാനേജിങ് വീഡിയോ എന്ന് 2 ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മളിത് കസ്റ്റമൈസ് ചാനൽ ഒന്ന് കുത്തുക. അപ്പോൾ നേരെ നമ്മൾ സ്റ്റുഡിയോ യൂട്യൂബ് കോമിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ ഇതെല്ലാം കാണും ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈലിൻ്റെ താഴെയായിട്ട് ഇങ്ങനൊരു ഇത് കാണും ഗൈസ്. അത് ഡാഷ്ബോർഡ്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കുറേ ഇത് വരും ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ അവസാനം ഞാനിട്ട വീഡിയോ ഇന്നലെ ഇട്ടതാണ്. പിന്നെ നിങ്ങളുടെ ഒരു കണ്ട വ്യൂവേഴ്സ്, ഈ അടുത്തിടയ്ക്ക് ഇതായ വ്യൂവേഴ്സ്, അപ്പം കണ്ട വ്യൂവേഴ്സിനെല്ലാം കാണും. പിന്നെ ലാസ്റ്റ് കമൻസ് കാണാൻ പറ്റും. ഇതെല്ലാം ഐഡിയ ഫോർ KB മാച്ച് അതെല്ലാം. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ്, ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണും. അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമ്മൾ CR. അപ്പം ഒരാളേ ഉള്ളൂ. അപ്പം ഒരാൾ ഈ ലാസ്റ്റ് 90 ഡേയ്സിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി നമുക്കിതൊന്ന് ലാസ്റ്റ് 1 ഇയർ ആക്കി ഇട്ടേക്കാം. അതിനുശേഷം നമുക്കിവിടെ 50 പേരാക്കാം ഗൈസ്. അപ്പോൾ 50 പേരാക്കി ഇട്ടേക്കാം. നിങ്ങളിത് ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചേഞ്ച് ആവാൻ സാധ്യത കുറവാണ്. പിന്നെ ഡേറ്റ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോന്ന് വെച്ചാൽ, അപ്പം നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ പേര്, അതായത് അവർക്ക് യൂട്യൂബ് ചാനലില്ലെങ്കിൽ അവർ ID ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡേറ്റ സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ അപ്പം അവർ ID ആയിരിക്കും ഇങ്ങനെ വരുന്നത്, നെയിമായിരിക്കും. ഇനി സബ്സ്ക്രൈബർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് വെച്ചാൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്. സബ്സ്ക്രൈബറിൻ്റെ ഡേറ്റ എന്ന് പറയുമ്പോൾ അയാളുടെ പേര്. അങ്ങനെയാണ് ഗൈസ് വരുന്നത്. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് ഇതാണ് ഒരു സബ്സ്ക്രൈബറെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അത് ഈ സബ്സ്ക്രൈബറാണ്. അപ്പം നോക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് സബ്സ്ക്രൈബറിൻ്റെ ഡേറ്റ എല്ലാം ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ID ഇതെല്ലാം കാണാൻ പറ്റും. ഇത്രയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ക്രോമിൽ കയറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. സിമ്പിളായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷനും ഇല്ല ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഗൈസ്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് ലൈക്ക് കൂടെ അടിക്കുക ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ അടിക്കുക. പിന്നെ കമൻറ്റ് കൂടെ ഇടുക ഗൈസ്. ഒരു ഫീഡ്ബാക്ക് വന്നിട്ട് അറിയിക്കുക ഗൈസ്. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമാണോ അതോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ പറ്റുവാണെങ്കിൽ